നാട്ടുകാരെ ശ്രദ്ധിക്കുക, ഗല്ലാപതി മതിൽ തുടങ്ങാൻ ആരംഭിക്കേണ്ട. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏന്തിയാറ്റിലാണേ, കുഞ്ഞാൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്ന് നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കല്യാണമുണ്ട്. അതിന് പോകാനായിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു, ഏന്തിയാറ്റി വന്നു. അപ്പോൾ രാവിലെ ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കല്യാണത്തിന് പോകാം. കുഞ്ഞേ, രാവിലെ കുഞ്ഞാപ്പിയുടെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കാതെ കുളിച്ച് റെഡിയാകാൻ മേലായിരുന്നോ? ആണോ? ജാതിക്ക അവിടുന്ന് പറിച്ചോണ്ട് വരുന്നുണ്ടല്ലേ? നീ പറിച്ചത് കാണിക്കേ. പിങ്ക് മഞ്ഞ പല കളറ്. ഞാൻ ആദ്യമായിട്ട് ഈ കളർ കാണുന്നു. ഇതെന്നാ സാധനം വെച്ചേ? ഇതാണ് മാങ്കോസ്റ്റിൻ. ഈ മുറ്റത്തെ മാങ്കോസ്റ്റിനയിൽ ഇഷ്ടം പോലെ മാങ്കോസ്റ്റിൻ ഉണ്ടായി കിടപ്പുണ്ട്. കണ്ടോ? എല്ലാം ഉള്ള ഒരു പറമ്പാണ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അല്ല, ഇതിങ്ങനെ അല്ലല്ലോ, ഇത് കഴിക്കാൻ നേരം. ഇത് ഉണ്ടായി വരുന്നല്ലേ ഉള്ളൂ, ഇനിയും പഴുക്കണം. എങ്ങനെയുണ്ട് ജാതിപത്രിയൊക്കെ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? നല്ല ചുമന്ന, നല്ല ചുവപ്പ് കളർ. കണ്ടോ? അടിപൊളി പത്രിക അല്ലേ? അപ്പൊ ഇതിന് നല്ല വിലയില്ലേ? പിന്നെ ഇതിന് കിലോ 2700. ഒരു കിലോ ഉണങ്ങി എടുക്കണമെങ്കിൽ എന്തേരം വേണം? ഇതിന് തൂക്കം കുറവാ. ഏലക്കാനെക്കാട്ടിലും വില, പക്ഷെ തൂക്കം കുറവാ. ഒത്തിരി ഉണ്ടായാലേ 1 കിലോ കൂടുതലും മെഡിസിനാ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. ഇതിപ്പോ ഇങ്ങനെ പൊളിച്ചതാണോ? അപ്പൊ ഇതിന്റെ പുറത്തുള്ളത് എന്തി? അത് പോയോ? ഇത് പൊട്ടി വരുമല്ലേ കഴിഞ്ഞിട്ട്? പൊട്ടി തന്നെ വരുവാണോ? അപ്പൊ നമ്മളെ ഇവിടുന്ന് തിരിച്ച് അടുത്ത പ്രോഗ്രാം പോവാ. നീ പോയി കുഞ്ഞുണ്ണിയെ കാണണം. രാവിലെ കാപ്പി കുടിച്ചു, പുട്ടും കുഞ്ഞിക്ക് മുട്ടയൊക്കെ പുഴുങ്ങി. കുഞ്ഞു പറയുന്നത് ആ മുട്ടയുടെ വരുന്നോ? അപ്പൊ നമ്മള് വന്നപ്പോഴേ ഇവിടെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു വിളഞ്ഞത്. അതുകൊണ്ട് ഒരു 2 പാത്രം ചക്ക നമ്മൾ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതും കൂടെ കൊണ്ടുപോയേക്കാം. വന്നതല്ലേ, ഏതായാലും ചക്കയും വറുത്തോണ്ട് പോകാം. അടുത്താഴ്ച വന്നേക്കണം. ഇവനെ കൊണ്ടുവന്നത് നന്നായി കേട്ടോ. ജിമ്മിൽ പോകുന്നതിന്റെ മറ്റേ ഈ വെയിറ്റ് എടുക്കുന്ന പോലാണല്ലോ. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നറിയോ? എങ്ങോട്ടാ? കുഞ്ഞാവെ കാണാൻ പോവാ. ഇവിടെ ഒരു കുഞ്ഞാവേം കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു മൂന്നാമതൊരു കുഞ്ഞാവ, ചായയുടെ അനിയന്റെ ഏറ്റവും ഇളയ കുഞ്ഞാവ. അതെ, മൂന്നാമത്തെ കുഞ്ഞാവ ഉണ്ടായിട്ടുണ്ട്. അവനെ കാണാനായിട്ട് നമ്മള് രേഷ്മയുടെ ഇവിടുത്തെ ആഴെ തന്നെയാണ്. അങ്ങോട്ട് പോവാ. പ്ലാവേലെല്ലാം ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ചക്കയുണ്ട്. ആ പ്ലാവേലുണ്ട്, ഇതുണ്ടോ, അതുണ്ടോ, ഇതേലുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം ആയി വരുന്നു. ഇത് രണ്ടും വിളഞ്ഞാന്ന് തോന്നുന്നു. അതെല്ലാം നമുക്ക് വന്ന് വറുത്തോണ്ട് പോകാം. അച്ചമ്മച്ചി വന്നു കഴിയുമ്പോൾ അച്ചമ്മച്ചിയെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഇത് മുഴുവൻ വറുത്ത് വെക്കാൻ പറയാം. ഇത് കണ്ടോ, ഇതാണ് ഈന്തുങ്ക. കണ്ടോ? ഇത് വിളഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാനൊക്കെ കുറെ പാടാണ്. ഇവിടെയുള്ള പറമ്പുകളിലെല്ലാം ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഈന്ത് എത്ര എണ്ണം നിൽക്കുന്നതെന്ന് നോക്കി. ഇതിന്റെ ഇലക്ക് വ്യത്യാസമില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇതെല്ലാം ആ ഒരു ഐറ്റത്തിൽ പെടുന്ന സാധനങ്ങളാണ്. എങ്ങനെയുണ്ട് റബ്ബർ തോട്ടത്തിനകത്തൂടെ നടന്നിട്ട്? നല്ല രസമുണ്ടല്ലേ? നല്ല തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ട് റബ്ബറിനകത്ത്. ഇതിനെ ഇടവിളയായിട്ട് കാപ്പി വെച്ചേക്കുന്നത്. നല്ല നിരപ്പ് സ്ഥലമല്ലേ? താഴെ കാണുന്നത് പിന്നെ 6 കേട്ടോ, ഏന്തിയാറ്, ഇളങ്കാട്. കൊള്ളാം. റബ്ബർ തോട്ടം കാണാൻ നല്ല രസമുണ്ടേ. കുഞ്ഞി ഇതിന് എന്നതിനാ കുഞ്ഞി ഈ പ്ലാസ്റ്റിക് ഒട്ടിച്ചേക്കുന്നത്? ഈ പ്ലാസ്റ്റിക് ഒട്ടിച്ചേക്കുന്നത് എന്നതിനാണെന്നറിയാമോ? പ്ലാസ്റ്റിക് ഒട്ടിച്ചേക്കുന്ന മഴക്കാലത്ത് റബ്ബർ വെട്ടുമ്പോൾ ഈ പാല്, ഈ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ വെള്ളം ഇതിനകത്ത് വീഴുകയില്ല. അത് പശ വെച്ച ഒട്ടിക്കുന്നത് ആണ്. ഇവിടുത്തെ വീടിന്റെ പുറകിലത്തെ ആറ്. വെള്ളം കുറവായി ഇപ്പം. ശരിക്കുള്ള വഴി ഇത് കണ്ടോ കുഞ്ഞി? അതെന്നാന്ന് മനസ്സിലായോ? ഇല്ല. വെളുത്തിരിക്കുന്ന കണ്ടോ ഒരു ചെടി? അതാണ്, അതിന്റെ പേരാണ് അമ്മ കറമ്പി മോള് വിളമ്പി എന്നൊക്കെ പറയും. അത് ഇലയല്ല, അതും ചെടിയാ അല്ലേ? അല്ല, അത് ചെടിയല്ല, അല്ല അതും പൂവല്ല, അതും ഇലയാ. ഇലയാ. അതിന്റെ പഴയ ഇല കണ്ടോ, പച്ച ഇലയായിട്ട് നിൽക്കുന്നത്.
ഇത് പുതിയ ഇല വരുന്നത് കണ്ടോ, വെള്ള കളർ. അത് ഇനി കുറേ കഴിയുമ്പോഴത്തേക്കിനും പച്ചയാവോ? കളർ മാറും. പിന്നെയും പച്ചയാവോ അത്? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സ്ഥലം കണ്ടോ, ഇതാണ് ഏന്തയാറ് ഇളങ്കാടെന്ന് പറയുന്ന സ്ഥലം. ഇളങ്കാട് ടോപ്പ് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് പണ്ട് ഉരുളൊക്കെ പൊട്ടി വെള്ളമൊക്കെ അന്ന് വന്ന കല്ലുകളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. ഉരുള് പൊട്ടിയപ്പോഴോ? ഉരുള് പൊട്ടിയപ്പോൾ വന്ന കല്ലുകളും പിന്നെ മുന്നേ ഉണ്ടായിരുന്നതും ഒക്കെ ഉണ്ട്. ഇവിടേക്ക് ആൾക്കാരൊക്കെ നല്ല സ്ഥലമല്ലേ, നല്ല സ്ഥലം. നമ്മുടെ കുഞ്ഞാവ അപ്പോഴേ ഞാൻ പറഞ്ഞു വരാൻ. സത്യപ്രതിജ്ഞാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. നിന്റെ വൈവാഹിക നിശ്ചയം എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു. ഒക്കെ അടിപൊളിയായിട്ട് കൂടിയിട്ട് നമുക്ക് 2-3 വീട്ടിലൊക്കെ കയറാനുണ്ടായിരുന്നു, പൊൻകുന്നത്തൊക്കെ. അപ്പോൾ അവിടെ എല്ലാം കയറി നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ നല്ല സൂപ്പർ മഴ ഇവിടെ. നമുക്ക് വണ്ടിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും ചൂട് കാരണം ചാടി നമ്മൾ തിരിച്ചു കയറുമായിരുന്നേ. എന്തായാലും നമ്മുടെ ആ വിഷമമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നത്. ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പിച്ചിട്ടുണ്ട്. എന്നാലും നല്ലപോലെ അങ്ങ് പെയ്യട്ടെ. ഇനിയിപ്പം നമുക്ക് ഒരു ചായ കുടിക്കാമായിരുന്നല്ലോ ഇനി മഴ പെയ്ത സ്ഥിതിക്ക്. ഇപ്പോൾ വരും. എത്ര
കൂടി വൈകുന്നേരം അമ്മയുടെ അനിയത്തിൻ്റെ മോള് അമ്പിളിയുടെ വീട്ടിൽ പോയി കിടന്നു. എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ് അമ്മയുടെ ആങ്ങളയുടെ പാല് കാച്ചിലുണ്ടായിരുന്നു ഇന്ന്. അതിനിവിടെ വന്നതാണേ. പാലാ ഏഴാച്ചേരിയില്ല വീട് വെച്ചിരിക്കുന്ന മാമൻ. അടിപൊളി വീടാട്ടോ. മഴയൊക്കെ പെയ്ത് നല്ല രസമായിരുന്നല്ലേ? ഇന്നലെ മഴ പെയ്തു, പക്ഷെ മഴ പെയ്താലും നമുക്ക് ഭയങ്കര ചൂടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെയ്ത് മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ അമ്പിളിയുടെ അടുത്ത് പോയി അവിടെ തങ്ങി. മഴയൊക്കെ കണ്ടിട്ടോ നമ്മൾ പോയതല്ലേ. അത് കഴിഞ്ഞിപ്പോൾ രാവിലെ പാല് കാച്ചലിന് വന്ന് പാലൊക്കെ തിളച്ചു. വീടിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ. അതെ, നല്ല വീട്, അടിപൊളി വീട്, നല്ല സ്ഥലവും, നല്ല നിരപ്പ് സ്ഥലം, റബ്ബർ തോട്ടം, ആ സൈഡിൽ റോഡ്, ഈ സൈഡിൽ കുറച്ചിറങ്ങിയിട്ട് ആറ്. നല്ല അടിപൊളി സ്ഥലം എന്നാണേലും. വീടിരിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ, നല്ല വ്യൂ. ഇവിടുന്ന് നേരെ ഈ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കുമ്പോൾ റബ്ബർ തോട്ടം, അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ആറ്. എന്നാണേലും കൊള്ളാം, അടിപൊളിയാണ്. പണി കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. പണി ഫുള്ളായിട്ട് തീർന്നിട്ടില്ല. കുറച്ച് കബോർഡ് കൂടി പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇനി ഫങ്ഷനായിട്ടൊക്കെ വെക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് പാല് കാച്ചി നല്ല ദിവസം നോക്കി. എനിക്ക് ഇങ്ങനത്തെ വിൻഡോസ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, നല്ല സുഖമായിട്ട് വന്നിരിക്കാനുള്ള, മഴയൊക്കെ പെയ്യുമ്പോൾ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ എല്ലാം ഒത്തിരി വീടുകൾ പണിയുന്നുണ്ടല്ലേ ഇനി. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു വീടും കൂടെ വന്നിട്ടുണ്ട്. അവിടെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ ഹൗസ് പ്ലോട്ടുകൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറുതായിട്ട് വീടുകൾ വെക്കാനായിട്ടേ. എല്ലാം നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ്. ഇനി ഫംഗ്ഷന് വരുമ്പോൾ നമുക്ക് എല്ലാവരെയും കാണാം. ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നേ. ഇതാണ് ഇവിടുത്തെ അമ്മായി, അമ്പിളി അമ്മായി. അമ്മായിയുടെയൊക്കെ വീടായത്. മാമനും പിള്ളേരും ഉണ്ട്, അവർ നല്ല തിരക്കിലാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.